ഒരു മാസം മുമ്പ് തുർക്കിയിൽ നടന്ന അതിസാഹസികമായ നാടകീയമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതും അതിൻ്റെ നാടകീയതയും വൈകാരികതയും മനസ്സിലാക്കുമ്പോൾ ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നതും. അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന ഔദ്യോഗിക വിമാനത്തിൽ അങ്കാറയിൽ നിന്ന് തിരികെ പോകാൻ വേണ്ടി വിമാനത്തിനകത്ത് കയറിയിരിക്കുന്നു. അപ്പോഴാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഏറ്റവും അടുത്ത അനുയായികളായ ചില ആളുകൾ അടക്കമുള്ള 3-4 പേരെ മാത്രം വിളിച്ചൊരു കാറ്ററിംഗ് ട്രക്കിനകത്ത് കയറ്റിയിട്ട് വിമാനത്തിനുള്ളിൽ നിന്ന് കാറ്ററിംഗ് വാഹനത്തിൽ കയറ്റി രഹസ്യമായി ഒരു ചെറിയ മിലിറ്ററി പ്ലെയിനിലേക്ക് കൊണ്ടുപോയി കയറ്റി എന്നിട്ടാണ് ബ്രിട്ടനിൽ എത്തിച്ചത് എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് വാഷിങ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത്. പിന്നീട് അമേരിക്കയുടെ ഉന്നത വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഇക്കാര്യം പറയുകയാണ്. അത്രയ്ക്ക് അതിശക്തമായൊരു സുരക്ഷാ ഭീഷണി ട്രംപിന് മേലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് വാസ്തവമാണ്. അങ്ങനെ ഭീഷണി ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ വരുന്നു. ഉറവിടം വ്യക്തമായി എന്ന അർത്ഥത്തിൽ അമേരിക്കയിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും വാർത്തയാക്കിയിരിക്കുന്നത്. അപ്പം മറ്റൊരു നൈതികമായ ചോദ്യം ഉയരുന്നുണ്ട്. ട്രംപിനോടൊപ്പം ഏറ്റവും മുതിർന്ന ജേർണലിസ്റ്റുകളും നിരീക്ഷകരും ഉദ്യോഗസ്ഥരും ഒക്കെ വിമാനത്തിലുണ്ടായിരുന്നു. അവരാരെയും ഇറക്കിയില്ല. ട്രംപിനെയും വളരെ വേണ്ടപ്പെട്ട വിരലിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥരെയും മാത്രമാണ് ഈ വിമാനത്തിൽ നിന്ന് കടത്തി മറ്റൊരു വിമാനത്തിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് വിമാനത്തിനകത്തുണ്ടായിരുന്ന ജേർണലിസ്റ്റുകളോടും മറ്റുള്ളവരോടുമൊക്കെ പറഞ്ഞത് എല്ലാവരും ഗ്ലാസിൻ്റെ ഷീൽഡ് താഴ്ത്തിയിരിക്കണം, ആരും പുറത്തേക്ക് നോക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അതീവ രഹസ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തത്. മാത്രമല്ല ഒരു കാര്യം കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്കാറയിൽ ഏത് ഹോട്ടലിലാണോ ട്രംപ് താമസിച്ചിരുന്നത്, ഏത് ഫ്ലോറിലാണോ ആ മുറികൾ ഒരുക്കിയിരുന്നത്, ആ ഫ്ലോറിലേക്ക് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ഇറാൻ ശ്രമം നടത്തിയിരുന്നു എന്ന വിവരവും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കിട്ടിയിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് പല ഷെഡ്യൂളുകളും വെട്ടിച്ചുരുക്കി ട്രംപിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി തുർക്കിയിൽ നിന്ന് മാറ്റിയത് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറയുന്നത് ഇപ്പോൾ ഹോർമൂസിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ സേനയുടെ കരങ്ങളിലാണ്. ഇറാന് യാതൊരു റോളും ഇപ്പോൾ ഹോർമൂസിലില്ല. അമേരിക്കയുടെ നാവിക ഉപരോധം ഒരു ഉരുക്കുകോട്ട പോലെ ആ കടൽ ഭാഗത്ത് നിലകൊള്ളുകയാണ്. ഇറാന് നാവികസേനയില്ല, ഇപ്പോൾ ഇറാൻ എയർഫോഴ്സ് ഇല്ല, ഇറാന് ഇപ്പോൾ IRGC ആക്റ്റീവല്ല, അവരൊക്കെ ഒളിച്ചോടുകയാണ്. ഇറാൻ്റെ ഭരണ നേതൃത്വം തന്നെ അസ്ഥിരമാണ്. ഇങ്ങനെയുള്ള 4-5 കാര്യങ്ങൾ കൂടി ട്രംപ് ഇപ്പോൾ പറയുകയാണ്. എന്നാൽ ഇതിനൊക്കെ മറുപടിയായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒറ്റ കാര്യം മാത്രം പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ കാര്യമായ യാതൊരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല. ഈ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഒരർത്ഥവുമില്ലാത്ത കാര്യമാണെന്നും ഇറാൻ പ്രതികരിക്കുകയാണ്. ഒരു 10 ദിവസം മുമ്പ് സ്വർണം വാങ്ങി ആരെങ്കിലും ഉണ്ടോ? എന്നാലിപ്പോൾ വലിയ വിലവർദ്ധനവിൽ നിൽക്കുന്ന സമയമാണ്. ഒരു ഗ്രാം തങ്കത്തിന് 480 ദിർഹമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് വാങ്ങിയവർക്ക് ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ ഈ ഓഗസ്റ്റ് 12-ന് വൈകുന്നേരം 533.25 ഒരു ഗ്രാം തങ്കത്തിന്. അത്രയും വ്യത്യാസം വന്നിരിക്കുകയാണ്. 50-ലധികം ദിർഹത്തിൻ്റെ വ്യത്യാസം ഒരു ഗ്രാമിൽ കിട്ടുന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് രാവിലെ കൂടി, ഉച്ചയ്ക്ക് വീണ്ടും കൂടി, വൈകുന്നേരം ഇതാ 5.33-ലധികം എന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്. ഷാർജയിൽ പല ഭാഗത്തും, പ്രത്യേകിച്ച് അൽഖാനിലും മംസാറിലുമൊക്കെ ദുബൈയിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയുമ്പോഴും അവിടെ വൈകുന്നേരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുന്നില്ല എന്നൊരു പരാതി പൊതുവേ ഉണ്ടല്ലോ. അത് ഷാർജ മുനിസിപ്പാലിറ്റി വളരെ ഗൗരവത്തിലെടുക്കുകയും ഇപ്പോൾ ഇതാ 1200-ലധികം പുതിയ പാർക്കിംഗ് സ്പേസുകൾ മംസാറിലും അൽഖാനിലുമായിട്ട് തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു. അത് അൽഖാൻ ഭാഗത്ത് ഇതിനകം തന്നെ 600-ലധികം പാർക്കിംഗ് സ്പേസ് വന്നു കഴിഞ്ഞു. ഇനി മംസാറിലും ഇത് ഉടൻ തന്നെ വരികയാണ് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. Night updates supported by ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, Hashim Hypermarket.